സോ ഹലോ ഓൾ, നമ്മളുടെ ഈ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്താണെന്നാണ്. ഇത് MSc ഫിസിക്സിൽ 3rd സെമസ്റ്ററിൽ 4th ചാപ്റ്ററിൽ വരുന്ന ഒരു മൊഡ്യൂളിൻ്റെ തുടക്കത്തിലുള്ള ഒരു പാർട്ടാണ്. അതിൽ നമ്മൾ NMR, ESR, അതുപോലെ മോസ്ബാർ സ്പെക്ട്രോസ്കോപ്പി, ഈ 3 കാര്യങ്ങളെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്ക ഭാഗമായിട്ടുള്ള NMRനെ പറ്റിയാണ് നമ്മളോട് പറയുന്നത്. ഇതല്ലാതെ ഡിഗ്രിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലോ എന്തെങ്കിലും ഇത് പഠിക്കാനുണ്ടെങ്കിൽ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് ഇതിൽ പോകുന്നില്ല. ജസ്റ്റ് കണ്ടൻസ് വിത്ത് നോട്ട്സ് മാത്രമാണ് ഇവിടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് NMR സ്പെക്ട്രോസ്കോപ്പി എന്ന് നോക്കാം. NMR എന്ന് പറയുന്നത് ബേസിക്കലി ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനയാണ്. ഇത് മെയിനായിട്ട് 1946 പാരഫിൻ ആൻഡ് വാക്സിലാണ് ഫസ്റ്റായിട്ട് ഒബ്സർവ് ചെയ്തത്. അതായത് ഓർക്കാൻ വേണ്ടി നമ്മളുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നടന്നത് 1947 അപ്പോൾ അതിന് ഒരു വർഷം മുന്നെയാണ് നമ്മൾ ഈ NMR എന്ന് പറയുന്ന ഈ ഒരു ഫിനോമിനൻ നമ്മൾ ഫസ്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഇത് NMR ട്രാൻസിഷൻ ഒക്കർ ബിറ്റ്വീൻ ന്യൂക്ലിയർ മാഗ്നറ്റിക് എനർജി ലെവൽസ് വെൻ സബ്ജക്റ്റഡ് ടു മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ന്യൂക്ലിയസിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പം അതിന് കുറേ എനർജി ലെവൽസ് ഉണ്ടാവുമല്ലോ. ഇവിടെ നടക്കുന്ന ട്രാൻസിഷൻ ആണ് മെയിനായിട്ട് ന്യൂക്ലിയർ NMR ട്രാൻസിഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ ട്രാൻസിഷൻ നമ്മൾ റെസൊണൻസ് മെത്തേഡുകൾ വെച്ച് പഠിക്കുന്നു. ഈ ഒരു ട്രാൻസിഷൻസ് നമ്മൾ റെസൊണൻസ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ഇത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സിലാണ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ പ്യൂരിറ്റി, കണ്ടൻറ്റൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് പഠിക്കുന്നത്. ഇനി അതിൻ്റെ മെയിനായിട്ടുള്ള തിയറി പാർട്ട് എന്താണെന്ന് നോക്കാം. ഇപ്പം ഇതിൽ ഞാൻ നോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തിട്ട് അത് നോട്ടായിട്ട് എഴുതിക്കോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പം ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതെന്ത് ചെയ്യും, നമുക്കറിയാം ഇതിനൊരു ഇൻട്രിൻസിക് സ്പിൻ ഉണ്ടാവും. അപ്പം ഇത് ഏത് നേരം കറങ്ങിക്കൊണ്ടിരിക്കുമായിരിക്കും. ഈ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സാധാരണയായിട്ട് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എല്ലാം സ്പേസിൽ ഇങ്ങനെ റാൻഡമായിട്ട് അലൈൻ ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. പക്ഷേ ഇതിന് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയെന്ന് വെച്ചോ, ഇതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ചില പാർട്ടിക്കിൾസ് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെ അലൈൻ ചെയ്യും, ഈ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. ചില പാർട്ടിക്കിൾസ് ഇതിന് ഓപ്പോസിറ്റായിട്ടുള്ള രീതിയിൽ അലൈൻ ചെയ്യും. അപ്പം ഇങ്ങനെ സംഭവിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഒരു സ്പ്ലിറ്റിങ് ഹാപ്പൻ ചെയ്യും. അതായത് അവിടെ 2 എനർജി ലെവൽസ്, ന്യൂക്ലിയസിൽ തന്നെ 2 എനർജി ലെവൽസ് ഉണ്ടാവും. ഇതിൻ്റെ ലോവർ എനർജി ലെവൽസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെ അലൈൻ ചെയ്ത മെത്തേഡ്സ്, ഈ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ലോവർ എനർജി ലെവലുള്ള ലോവർ എനർജി സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതുപോലെ ഹയർ എനർജി ലെവലിലുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എഗനിസ്റ്റ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ് അലൈൻ ചെയ്ത പാർട്ടിക്കിൾസേ ആയിരിക്കും നമ്മൾ ഹയർ എനർജി സ്റ്റേറ്റിലിരിക്കുന്ന പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ സാധാരണയായിട്ട് ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കിൽ സാധാരണയായിട്ട് ഒരു സാമ്പിളിനെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. അതിലേക്ക് നമ്മളൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ തിരിച്ച് ഒരു റേഡിയേഷൻ നമുക്കിവിടെ റിസീവ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ ഡിറ്റക്ടറിൽ എടുത്തിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു സ്പെക്ട്രോസ്കോപ്പിയൊക്കെ ഡയഗ്രാംസ്, സ്പെക്ട്രോഗ്രാഫൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിന് അപ്പം നമുക്കറിയാം ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡും നമുക്ക് ആവശ്യമായിട്ടുണ്ട്, ഒരു ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും ആവശ്യമായിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിന് മെയിനായിട്ട് ഇപ്പം ഇവിടെ നടക്കുന്ന ഒരു തിയറി, ഒരു ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ മെറ്റീരിയൽസിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പം അത് 2 എനർജി സ്റ്റേറ്റ്സ് ആയിട്ട്
ഡിവൈഡ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിലൊരു ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് എനർജി ട്രാൻസിഷൻസ് സംഭവിക്കും അല്ലേ? അപ്പം മെയിനായിട്ട് അവിടെ സംഭവിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പം ന്യൂക്ലിയസിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് 2 ലെവൽസായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരു ഹയർ എനർജി ലെവലും ഒരു ലോവർ എനർജി ലെവലും പ്രൊഡ്യൂസ് ചെയ്യും. ഇതിലേക്ക് നമ്മളൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഷൈൻ ചെയ്യും. അന്നേരം എന്ത് പറ്റും? ഇവിടെ നിന്ന് എനർജി ട്രാൻസിഷൻസ് ഉണ്ടാവും. ഈ എനർജി ട്രാൻസിഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ന്യൂക്ലിയസ് സാമ്പിളിനെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സിനെയാണ് നമുക്ക് പറയാം. ഒന്ന് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്, രണ്ടാമത്തേത് അതിൻ്റെ ഫ്രീക്വൻസി. നമ്മൾ അടുപ്പിക്കുന്ന റേഡിയേഷൻ അത് ഏത് ഫ്രീക്വൻസി റേഞ്ചിൽ വരുന്നതാണ്. ഈ 2 കാര്യങ്ങളെയാണ് ഈ ഒരു NMR സ്പെക്ട്രോസ്കോപ്പി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ യൂഷ്വലി ടെസ്ലയിലും ഇത് നമ്മൾ യൂഷ്വലി ഹെർട്സിലോ അല്ലെങ്കിൽ മെഗാ ഹെർട്സിലോ ആയിരിക്കും സാധാരണയായിട്ട് പറയാറ്. ഇനി നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ നമുക്ക് ഇവിടെ റെസൊണൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു എന്താ പറയുക, ഒരു സാധനം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു സാധനം നമ്മൾ ഒരു പ്രത്യേക ഫോഴ്സിൽ, അതിന് നാച്ചുറൽ ഫ്രീക്വൻസിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു ഫ്രീക്വൻസിയിൽ നമ്മൾ അതിനൊരു വൈബ്രേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്തുള്ളതും അതേ രീതിയിൽ തന്നെ വൈബ്രേറ്റ് ചെയ്യും. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിനെയാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ഒരു കാര്യത്തിനെ പോലെ തന്നെ മറ്റേ കാര്യവും ബിഹേവ് ചെയ്യും. അതിൻ്റെ ഒരു വേവ് പാറ്റേൺസൊക്കെ സിമിലർ ആയിരിക്കും. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സംഭവം നടക്കാൻ വേണ്ടിയിട്ട്, ഈ റെസൊണൻസ് ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയും ഇവിടെ ഒരു റെസൊണൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കാൻ, ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസിയിൽ ഈ ഒരു ന്യൂക്ലിയസ് ബിഹേവ് ചെയ്യണമെങ്കിൽ അതിലൊരു പർട്ടിക്കുലർ കണ്ടീഷനുണ്ട്. അപ്പോൾ ഇത് അറ്റൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് 2 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസിയും. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നതനുസരിച്ച് ഈ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു റെസൊണൻസ് കണ്ടീഷന് വേണ്ടിയിട്ടുള്ള ഫ്രീക്വൻസി നമ്മൾ കൊടുക്കുന്ന അവിടെ റെസൊണൻസ് ഹാപ്പൻ ചെയ്യണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഫ്രീക്വൻസി കൊടുക്കണം. കൂടിയ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ റെസൊണൻസ് കണ്ടീഷന് വേണ്ടിയിട്ടുള്ള ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നതും കൂടുതലായിരിക്കും. അപ്പം ഇത് കൂടുതലായി കഴിയുമ്പോൾ തന്നെ ഈ ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടല്ലോ, ഈ ഒരു എനർജി ലെവൽ തമ്മിലുള്ള സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഒത്തിരി കൂടുതലായിരിക്കും. അപ്പം ആദ്യം ഇത്ര ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു റേഡിയേഷൻ മതി സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ വലിയൊരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വലിയൊരു ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ നമുക്കിതിന് ആവശ്യമായിട്ട് വരും. അപ്പം എനർജി ലെവൽസിൻ്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് വലുതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് തിയറി പാർട്ടിൽ മെയിനായിട്ട് വരുന്നത്. ടിപ്പിക്കലി നമ്മൾ ഈ ഒരു ഫിനോമിന ഹാപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് B0 എന്ന് പറയുന്നത് യൂഷ്വലി ഒരു 1 to 5 ടെസ്ല റേഞ്ചിലായിരിക്കും എടുക്കുന്നത്. അതുപോലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലായിരിക്കും എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഹാപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് ഹാപ്പൻ ചെയ്യാനുള്ള റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ΔE. ഈ പറയുന്ന ഈ ഒരു എനർജി ചേഞ്ച് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് hμ എന്ന് പറയുന്നത് 2μ B0 ആയിരിക്കും. ഇതിൻ്റെ അകത്ത് μ എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദ അല്ലെങ്കിൽ സ്പിന്ന്. അതുപോലെ B0 എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പിൽ ബേസിക്കായിട്ട് വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസിലേക്ക് പോകാം അടുത്ത ക്ലാസ്സുകളിൽ.